സെമി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്നത് നന്ദി ഹിൽസ് ആണ്. അപ്പോൾ പാർട്ട് 1 നിങ്ങളെല്ലാം കാണാനുണ്ടായി. തീർച്ചയായിട്ടും പാർട്ട് 1 വേണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കയറാം. 6 മണി 5 മണി ആകുമ്പോൾ നല്ല കോൾഡായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. നമ്മളിവിടെ നിന്ന് താഴോട്ട് നോക്കുവാണെങ്കിൽ ഒരു തെങ്ങും തോപ്പ് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയിട്ട് തെങ്ങും ഒന്നുമില്ല. ചരിഞ്ഞ ഒരു പാവയാണ്. അടച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഋഷികളെല്ലാം മെഡിറ്റേഷൻ ചെയ്യാൻ ഇത് ചെയ്യും. ബ്രഹ്മാശ്രം ശിവൻ സ്ഥലം. നന്ദിയുടെ ശില്പമാണ് ഇത്. இது வந்துட்டு சோழா மன்னர்கள் சோழா கிங்ஸ் அவங்க வச்சு செய்த நெல்லி வந்து இது வந்து நெல்லிக்காய் బసవన్నాன்னு சொல்லுவாங்க. நெல்லிக்காய் மரம் ఉంది అక్కడ బసవన్న. ఈ బసవన్న చెవిలో ఏదైనా విషయం ఉంటే ചോദിച്ചാൽ അത് കൺഫേം നടക്കുന്നത് പൂജ ഉണ്ട്. ഇതാണ് നെല്ലിമരം. ഇതിലേക്ക് നെല്ലിക്കയൊക്കെ നിൽപ്പുണ്ട്. കാണും. ഇതാണ് നന്ദി ഹിൽസിലെ മെയിൻ വ്യൂ പോയിന്റ്. അടിപൊളിയാണ് ഇവിടെ നോക്കാൻ തന്നെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും വന്ന് നോക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നിട്ട് കാണാൻ തന്നെ. കാരണം ഇവിടെ വെച്ച് ഉദയവും അസ്തമയവും കാണാൻ അടിപൊളിയാണ്. കാരണം നമ്മൾ വന്നത് ഏകദേശം ഒരു 11-12 മണിക്കാണ്. അപ്പം പോലും ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊന്നും മാറ്റി നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാനകത്ത് ഫുള്ള് മഞ്ഞാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്.
സൂപ്പർ വ്യൂ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഈ സൈഡിലായിട്ട് കുറേ ചെറിയ ചെറിയ അഗ്രഹാരങ്ങളും അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഇത് ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇതൊക്കെ. പഴയ കാലത്തിൽ ചോള ചെയ്ത് കർണാടക രാജ്യത്തെ ചോള അവർ ചെയ്ത് ഒരുപാട് കൽമണ്ഡപങ്ങളുണ്ട് ഇവിടെ, കാണാൻ തന്നെ അടിപൊളിയാണ്. കാരണം ഇവിടെയൊക്കെ പാറയാണ്, ഫുള്ള് പാറ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ശാലം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ക്ഷേത്രത്തിനകത്തായിട്ടൊരു ക്ഷേത്രക്കുളമുണ്ട്. അത് തീർത്ഥവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു അവിടുത്തെ ക്ഷേത്രത്തിലേക്കുള്ള അഭിഷേകവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ്. അപ്പം ഞാൻ അകത്ത് കയറിയിരുന്നു ക്ഷേത്രക്കുളം കാണാനായിട്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ തീർത്ഥമൊക്കെ തളിക്കാനായിട്ട് ഇത് കുറച്ച് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ നൽകാം. അത്രയ്ക്കും പവിത്രമായ ജലമാണ്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം 3500-4000 അടിക്ക് മുകളിലുള്ള ഒരു ക്ഷേത്രക്കുളമാണെന്ന് നമ്മൾ അത് ചിന്തിക്കണം. കാരണം അത്രയ്ക്കും പ്യൂറായിട്ടുള്ള വാട്ടർ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും നല്ല അപ്പോൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാം ഭഗവാനെ ഒന്ന് മനസ്സിലോട്ട് ധ്യാനിച്ച് എല്ലാവർക്കും കുറച്ച് തീർത്ത് കളിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതാണ് നമുക്ക് ഒരു ഒരു കവാടം പോലെ, ഇതിനുള്ളിൽ കൂടെയാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ടത്. ഇതിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗണപതിയുടെ ക്ഷേത്രം, ഒരു സ്വയംഭൂ ആഞ്ജനേയൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. ഏകദേശം 600 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ആഞ്ജനേയൻ്റെ സ്വയംഭൂ വിഗ്രഹത്തിന്. അപ്പോൾ നമ്മളിവിടെ വന്ന ഇത് കല്ലിനകത്ത് കുറച്ച് ശില്പങ്ങളൊക്കെ ചെറുതായിട്ട് കൊത്തി വെച്ചിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെന്ന് കാണിക്കാനായിട്ട് ഞാനിത് ചെയ്തതാണ്. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണ് ഉള്ളത്. ഈ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ്, നന്ദി ഹിൽസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഗണപതിയുടെ ക്ഷേത്രം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് ഈ ആഞ്ജനേയൻ്റെ സ്വയംഭൂ ആഞ്ജനേയൻ്റെ ക്ഷേത്രം. വർഷത്തിൻ്റെ மணி என்னென்ன ஸ்பெஷல் பண்ணி இது வந்துட்டு பெரிய திப்பு ட்ராப்னு പറയും. ടിപ്പു രാജാവിൻ്റെ വീടുണ്ട്. ടിപ്പു ഡ്രോപ്പ് ചെറിയ റോക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു ബടങ്ങി ഗാർഡനുണ്ട്. കുതിര സവാരിയുണ്ട്. പിന്നെ വലിയ നന്ദി അമ്പലമുണ്ട്. ഇവിടെ വീരാഞ്ജനേയ സ്വാമി ഉണ്ട്. വീരാഞ്ജനേയ സ്വാമി ഇത് 600 വർഷത്തിന് മുമ്പിൽ ചെയ്തതാണ്. 600 years ബാക്കിൽ നമ്മൾ ഈ കാണുന്നതാണ് ഏകദേശം 600 വർഷം പഴക്കമുള്ള പ്രതിഷ്ഠ ചെയ്ത ആളുമാണ്. ഹനുമാന്റെ പ്രതിഷ്ഠയാണ്. സ്വയംഭൂ ഹനുമാൻ. ഇവിടുത്തെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്ത് പോയി ചെരുപ്പും കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിന് മുന്നിൽ ഊരിയിടും. നമ്മളപ്പോൾ അവിടെ നിന്ന് ഷൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും ചെറിയൊരു പാർക്കും ഗാർഡനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് പോയി കാണാനായിട്ട് വന്നിരുന്നു. വന്നിട്ട് ഇവിടെ കുറച്ച് നല്ല നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്തായിട്ട് വന്നിട്ട് ഒരു പഴയ ഏർമാടം രീതിയിലുള്ളതുണ്ട്. അതായത് നല്ല വ്യൂസൊക്കെ കിട്ടുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് അത് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റില്ല, ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കയറാൻ നിന്നില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളാരും ഇതിനകത്ത് കയറരുതെന്ന്. ಇಲ್ಲ ರಿಪೇರ್ ಆಟೇವಿ ಮಣಿ ರಿಪೇರ್ ಆಯ್ತು.
നനി ഇപ്പോൾ ഡ്രോപ്പിംഗ് പറയാം. ടിപ്പു സുൽത്താനിൻ്റെ എനിമീസ് അവിടെ ദ്രോഹിച്ച ആൾക്കാരെ കണ്ണ് എൻ്റെ കൈ തട്ടിട്ട് ഇവിടെ താഴെ പോകുന്നു സ്ഥലം. ഇവിടെ വെച്ച് എൻ്റെ പ്ലേസ് ടിപ്പു സുൽത്താൻ ഇവിടെ അയക്കും. കാണുന്നതാണ് ടിപ്പു ഡ്രോപ്പ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് താഴോട്ടാണ് പണ്ട് കാലത്ത് ഈ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇവിടുന്ന് ടിപ്പു താഴോട്ടിട്ടെന്ന് പറയപ്പെടുന്നത്. കാരണം വളരെയധികം മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നിൽക്കുമ്പോൾ കുറച്ച് പേടി വരുന്നുണ്ട്. കാരണം ഏകദേശം ഒരുപാട് ആൾക്കാരെ വധശിക്ഷ നടത്തിയ ഒരു സ്ഥലവും കൂടെയാണിത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ രാവിലെ വന്നവർക്ക് കുറച്ച് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളിയാണ് കാണാൻ തന്നെ. സൂപ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ പറയാം, അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ വെളുപ്പിനെയൊക്കെ വരുവാണെങ്കിൽ നല്ല വ്യൂ കിട്ടും. നല്ലൊരു വ്യൂ എന്ന് വെച്ചാൽ രാവിലെ ഉദയവും അസ്തമയവും നമുക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അത് രണ്ടിനുള്ള ഭാഗ്യം കിട്ടിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് പോകാം. നിങ്ങൾ ഏകദേശം ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ മേളിൽ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ റൂമൊക്കെ എടുത്തിട്ട് പിറ്റേന്ന് രാവിലത്തെ ഉദയവും പിന്നെ അന്നത്തെ തന്നെ അസ്തമയം കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാണ്. ഒരു ദിവസം ഫുള്ള് വേണം ഇവിടെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, അത്രയ്ക്കുണ്ട് കാണാനായിട്ട്. ഹാർഡായിട്ടുണ്ട്. പൊമോഗ്രനേറ്റ് ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. എവിടെയാ ഇതിൻ്റെ പഴം അറിയില്ല. നമ്മൾ ഈ കാണുന്നതാണ് ചന്ദനത്തിൻ്റെ മരം. എനിക്കത് രക്തചന്ദനമാണ്. അതിൻ്റെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഒരു സാധാ ചന്ദനത്തിൻ്റെ മരമുണ്ട്. എല്ലാവരും വെച്ച് പിടിപ്പിച്ചതല്ല, തനിയെ കിളിച്ച് വന്ന് പറയലാക്കി. തൊട്ടടുത്തൊരു കറിവേപ്പില. നമ്മൾ ഈ കാണുന്നതാണ് അമൃത സരോവരം എന്ന് പറയുന്ന ഒരു ചെറിയ ക്ഷേത്രത്തിൻ്റെ ആയിട്ടൊരു കുളമാണ്. ഇതെല്ലാം ഏകദേശം നിങ്ങൾ ആലോചിച്ചോണം, ഇതെല്ലാം ഈ മലയുടെ മുകളിലായിട്ടാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അടിപൊളിയാണ് കാണാൻ, അത്രയും നല്ല പ്യൂർ വാട്ടറാണ്. मैसूर दीवान चौक निज़ाम इस्माइल जम्मू सरोवर निज़ाम इस्माइल ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.